സൂര്യ കോമഡിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ദൈപ്പം ശരിയാക്കി തരാൻ പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ DRS തന്നെയാണ്. DRS വിട്ടു പോകാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ചങ്ങരംകുളം മലപ്പുറത്തെ DRS നോളജ് സിറ്റിയിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ അടുത്ത ബാച്ച് ഇങ്ങനെ റെഡിയായിരിക്കുകയാണ്. നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. കമാൺ. ചന്ദ്രോത്സവം ലാലേട്ടൻ്റെ സിനിമയാണ്. പക്ഷെ ഇപ്പോൾ കൊടുക്കാൻ പോകുന്ന ഡയലോഗ് എന്ന് പറഞ്ഞാൽ പല സിനിമകളിലും തമിഴ് സിനിമയിലും ഒക്കെ നമ്മൾ വില്ലനായി കണ്ട രഞ്ജിത്ത് ആണ്. രാജമാണിക്യത്തിലൊക്കെ വളരെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു പുള്ളി. അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗാണ് ഇന്ന് കുട്ടികൾക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നത്. DRS നോളജ് സിറ്റി വീണ്ടും അവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യവും ഞാൻ പറയും വളരെ എനർജറ്റിക് ആയിട്ടുള്ള പേഴ്സൺസാണ്. എല്ലാവരും എനർജറ്റിക്കാണ്. പക്ഷെ ഒരു പടി കൂടി ഇവർ മുകളിൽ നിൽക്കുമെന്നാണ് നമ്മുടെ പ്രിൻസിപ്പാൾ നമ്മുടെ അടുത്ത് അവകാശപ്പെട്ടത്. അത് ശരിയല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യം ആരാണ് വരുന്നത് വേദിയിലേക്ക്? ഇവിടെ രണ്ടുപേരും ഒന്നിച്ച് വരാൻ പോയി. അതാണ് നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. എന്താണ് പേര്? അമീന. എവിടെ? നാട് എവിടെയാണ്? കൊല്ലത്ത് എവിടെയാണ്? കൊല്ലം കൊളത്തൂപ്പുഴ. ഓക്കെ. നല്ല സ്ഥലമാണ് അവിടെ അല്ലേ? ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. അവിടെ ഇവിടെ ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഏതിനാ പഠിക്കുന്നത്? ഡയാലിസിസ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു പാട്ട് ആദ്യം നമുക്ക് കേൾക്കാം. ഒരു 2 വരി പാട്ടോടുകൂടി നമുക്ക് തുടങ്ങാം. പാടി അഴകുള്ള ഫാത്തിമ, അരുമപ്പു ഫാത്തിമ, അള്ളാന്റെ ദൂതരെ പൂമോള് ഫാത്തിമ, അലിയാരു തങ്ങൾക്ക് ഇണയത്ത ഫാത്തിമ, തങ്കമാർന്ന പെങ്കുടി തങ്കമാരിലെ റാണി, താരങ്ങൾ പൂക്കുമ്പോൾ ചിരിതോകും സുന്ദരി. രസമായിരുന്നു അത്. ഈ പാട്ട് പേര് ഞാൻ വിട്ടുപോയി. കൊല്ലം എന്താണ്? അമീന പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ഇവിടെ ഒരാൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് വന്ന മക്കളെ ഇങ്ങ് വാ. അല്ല ഇങ്ങ് വാ. ഒരു കാര്യം പറയട്ടെ, വിളിച്ചാൽ ഭയങ്കര മോശമാണ് കേട്ടോ. വാ ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. പേരെന്താണ്? എന്താ അത്രയും ചിരി വരുന്ന പേരാണോ? എന്താണ്? എന്തിനാണ് ചിരിച്ചത് പാടിയപ്പോഴും? ഇവരെ നോക്കിയിട്ടാണ്? പറ, കാര്യം പറ. എവിടെ ദിൽനയുടെ വീട്? കോട്ടയത്താണ്. ഓക്കെ. ഇനി ചിരിക്കൂ. അപ്പോൾ നമുക്ക് ഡയലോഗിലേക്ക് പോവാം. റെഡിയല്ലേ? ഞാൻ മൈക്ക് പിടിക്കണോ അതോ ഓക്കെ. റെഡി. തള്ള പറഞ്ഞു രാമണ്ണനിക്ക് ഭ്രാന്താണ്. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ചോദിക്കാതെ നമസ്കാരം പറയരുത്. ചങ്ങാതിമാർ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, അങ്ങനെ സ്വന്തക്കാരും ബന്ധുക്കളും പറഞ്ഞു. ഞാൻ അതൊന്നും നിഷേധിച്ചിട്ടില്ല, കാരണം അത് സത്യമാണ്. ആ ഭ്രാന്ത് എനിക്ക് ഇഷ്ടമാണ്, വർഷങ്ങൾ കൊണ്ടുണ്ട്. ആ ഭ്രാന്ത് ഫുള്ളായിട്ട് നോർമൽ അല്ലല്ലേ? ആ ഭ്രാന്തിന് വർഷങ്ങളുടെ പ്രായമുണ്ട്. ആ ഭ്രാന്ത് കൊണ്ട് എനിക്കൊന്നും നഷ്ടമായിട്ടില്ല. ഞാൻ വളർന്നിട്ടേ ഉള്ളൂ. ആ ഭ്രാന്ത് അത് കൊള്ളാല്ലേ? ഒരു ശക്കല കുഴപ്പമുണ്ട്. ആ ഭ്രാന്ത് കൊണ്ടാ രാമനുണ്ണി വളർന്നത്. രാമനുണ്ണിക്ക് ഇഷ്ടമാണ് ആ ഭ്രാന്ത്. രാമനുണ്ണിക്ക് ഇഷ്ടമാണ് ആ ഭ്രാന്ത്. എന്നെക്കാളും ഇഷ്ടം ഇന്ദു. നീ എന്ന ഭ്രാന്താണ്. ഒന്ന് പോടാ കോപ്പയോടുന്ന്. എന്നെക്കാൾ എനിക്ക് ഇഷ്ടമാണ് നീ എന്ന ഭ്രാന്തിന്. ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ ഇത് എന്നോട് പറഞ്ഞില്ല? സംഗീതം യഥാർത്ഥത്തിൽ പഠിച്ചിട്ടില്ലേ? ഇല്ല. മനസ്സിലായല്ലോ. അല്ല പക്ഷെ നന്നായി പാടി കേട്ടോ. കൊള്ളായിരുന്നു. തമ്പുരാക്കന്മാരുടെ കുടുംബത്തിലുമല്ല. തമ്പുരാന്മാരുടെ കുടുംബത്തിലെ മുല്ലേ അല്ല. എന്താണ്? ക്ലിയറായി പറ. തമ്പുരാക്കന്മാരുടെ പാരമ്പര്യവുമല്ല. പാരമ്പര്യവുമല്ല.
എന്ന് വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ എനിക്ക് എന്താ പ്രേമിച്ചൂടെ? അത് ആമിന ആദ്യമായിട്ട് വന്നില്ല, അപ്പം അത്രയൊക്കെ പറയുന്ന പാടുകയും ചെയ്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു കൈ കൊടുക്കുക. താങ്ക് യു. ഹലോ, എന്തൊക്കെയാണ് വിശേഷം? പേര് കറക്റ്റ് കൂടെ പറഞ്ഞേ. ദിൽന. ദിൽന നല്ല ഒരു പേരാണ്. അതിനർത്ഥം പറഞ്ഞു. ദില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം പേരിൻ്റെ അർത്ഥം അറിയില്ലല്ലേ? അപ്പോൾ റെഡി, തുടങ്ങാം. റെഡി, ആക്ഷൻ. അയ്യോ, പെറ്റ തള്ള പൊറുക്കത്തില്ല. ഇങ്ങോട്ട്. വേറൊരു സഹപ്രവർത്തകൻ, നല്ല സഹകരണം. പെറ്റ തള്ള പറഞ്ഞു രാമനുണ്ണിക്ക് ഭ്രാന്ത. മോനെ കർച്ചീഫോ ടിഷ്യൂ എന്തെങ്കിലും കരയുന്നത്. എനിക്കിത് വരണം. എന്റെയും ചൊവ്വാദോഷം കൊണ്ടാണല്ലോ ഞാൻ ഇതുപോലെ ഓരോന്ന് കേൾക്കണത്. ചങ്ങാതിമാര് പറഞ്ഞു ചങ്ങാതിമാര് പറഞ്ഞു, നാട്ടുകാരും പറഞ്ഞു. പുതിയ ലിബിയാന്റെ പേരില്ല, പഴയ ലിബിയാനും താർത്തേനെ. സ്വന്തക്കാരും അന്യരും പറഞ്ഞു. അന്യരും പറഞ്ഞു. പക്ഷെ അത് നിഷേധിച്ചില്ല. എനിക്ക് ഭ്രാന്ത. അതെ, വളരെ ജനുവിനായിട്ട് കാര്യം പറഞ്ഞു കേൾപ്പിക്കുകയാണ്. വർഷങ്ങളോളം പഴക്കുന്നുണ്ട്. പണിക്ക് പോയില്ലേ? വർഷങ്ങളോളം പഴക്കുണ്ട് ഭ്രാന്തി. വർഷങ്ങളോളം പഴക്കമുണ്ട്. എന്നെക്കാളും ഭ്രാന്തിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. മാറ്റി പറയാൻ പറ്റൂ? എനിക്കിങ്ങനെ അറിയുള്ളൂ. സംഗീതം പഠിച്ചിട്ടില്ല. അയ്യോ, നിന്ന് കരഞ്ഞോണ്ട് ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല, എന്നെ കൊണ്ട് പാടിപ്പിക്കരുത്. തമ്പുരാക്കന്മാരുടെ പരമ്പരയല്ല, പക്ഷെ എനിക്കൊരു പെണ്ണിനെ പ്രേമിച്ചൂടെ? അയ്യോ, എന്നിട്ട് നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ എന്ന് ഓർത്ത് ചെയ്തു പോയത്. ഇതുവരെ പഠിച്ചോ? ഇത്രയും അങ്ങനെ കറക്റ്റായിട്ട് പറ. കാര്യം പറയുമ്പോഴാണ് ചേട്ടായി. പെറ്റ തള്ള പറഞ്ഞു രാമനുണ്ണിക്ക് ഭ്രാന്ത. നാട്ടുകാര് പറഞ്ഞു, ചങ്ങാതിമാര് പറഞ്ഞു, അന്യരും സ്വന്തക്കാരും പറഞ്ഞു. പക്ഷെ ഞാനത് നിഷേധിച്ചില്ല. കാരണം എനിക്ക് സത്യാണ് ഭ്രാന്ത്. അയ്യോ, ആരാണ് ഇവിടെ ഹിന്ദി പറഞ്ഞത്? ഞാൻ മന്ത്രിയെ കാണാൻ പോയ തക്കത്തിന് പട്ടാളക്കാർ ഇവിടെ. പോട്ടെ, അതെല്ലാം വായിച്ചാൽ ഉള്ളതല്ല വളവിലൊരു ഉള്ള മരത്തിൽ 10-25 ഇളയ ഉതളങ്ങ. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. ഇത് പറഞ്ഞൊന്നും വെറുതെ വിട്ടു. ഉള്ളതല്ല വളവിലൊരു ഉതള മരത്തിൽ 10-25 ഇളയ ഉതളങ്ങ. ഉള്ളതല്ല വളവിൽ ഒരു ഉതള മരത്തിൽ. ഒരു ഒതള മരത്തിൽ 10-25 ഒതളങ്ങ. ഇളയ ഉതളങ്ങ. ഉളതല വളവിൽ തെങ്ങില് ഉതളങ്ങ. താനിത് കേക്കണുണ്ടാടോ? കേക്കണുണ്ട് മുതലാളി. വളത്തിലോ? ഇളയ നാരങ്ങ. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? ശ്രദ്ധിച്ച് എല്ലാവരും കേട്ടോളും. ദിൽന കറക്റ്റായിട്ട് പറയുന്നത് കേട്ടോളൂ. റെഡി. ഇളയ വളവിൽ ഒരു ഒതളങ്ങ. എന്നിട്ട് കൈ ഒന്ന് പോയേ. തനിക്ക് നേരത്തെ പറഞ്ഞു തൊലച്ചൂടായിരുന്നു. എന്താ പേര്? ഐഷ. എവിടെ നാട്? കൊല്ലം കരുനാഗപ്പള്ളി. ഇവിടെ ഏതിനാണ് പഠിക്കുന്നത്? ഓട്ടി. ഓക്കെ, ആക്ടിങ്ങിലേക്ക് പോലെ. റെഡി, ആക്ഷൻ. പെറ്റ തള്ള പറഞ്ഞു രാമനുണ്ണിക്ക് ഭ്രാന്താന്ന്. നാട്ടുകാർ പറഞ്ഞു, ചങ്ങാതിമാർ പറഞ്ഞു, അങ്ങനെ സ്വന്തക്കാരും അന്യരും പറഞ്ഞു. എന്നിട്ടും ഞാനത് നിഷേധിച്ചിട്ടില്ല. കാരണം അത് സത്യമാണ്. വളരെ പഴക്കമുണ്ട് ആ ഭ്രാന്തിന്. ആ ഭ്രാന്ത് കൊണ്ടാണ് രാമനുണ്ണി വളർന്നു വലുതായത്. എനിക്കിഷ്ടമാണ് ആ ഭ്രാന്തിനെ വളരെ. എനിക്ക് എന്നേക്കാൾ ഇഷ്ടമാണ് എന്തോ നീ എന്ന് പറയുന്ന ആ ഭ്രാന്തിനെ. ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല, തമ്പുരാക്കന്മാരുടെ പരമ്പരയുമല്ല എന്ന് വെച്ച് എനിക്ക് സ്നേഹിച്ചുകൂടെ ഒരു പെണ്ണിനെ? പിഴച്ചുപോയി. നിന്നെ കിട്ടാൻ വേണ്ടി പെട്ട പാടുകളെല്ലാം വെറുതെ. കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നു. എന്റെ ദൈവങ്ങളെ, പടയപ്പാ കാത്തോളനെ. എവിടെയാ നാട്? ഗുരുവായൂർ. പേരെന്താണ്? നന്ദന. ഓക്കെ. ഇവിടെ ഏതിനാ പഠിക്കുന്നത്?
ഡിപ്ലോമ ഇൻ റേഡിയോളജി ആൻഡ് ഇമേജ് ടെക്നോളജി. അപ്പോൾ അഭിനയിക്കാം. റെഡി ആക്ഷൻ. പെറ്റ് തള്ള പറഞ്ഞു. അയ്യോ, ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ഡയലോഗ് പറഞ്ഞാണോ? ഓക്കെ, പേടിച്ചു കേട്ടോ. റെഡി. പെറ്റ് തള്ള പറഞ്ഞു രാമനുണ്ണിക്ക് പ്രാന്താന്ന്. ചെങ്ങാതിമാർ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, അങ്ങനെ ബന്ധുക്കളും അന്യരും പറഞ്ഞിട്ടും ഞാൻ അതിനെ നിഷേധിച്ചില്ല. കാരണം അത് സത്യവാ. വർഷങ്ങളുടെ പ്രായമുണ്ട് അതിന്. ആ പ്രാന്തം കൊണ്ടാണ് രാമനുണ്ണി വളർന്നത്. പെറ്റ് തള്ള പറഞ്ഞു രാമനുണ്ണിക്ക് പ്രാന്താന്ന്. ചെങ്ങാതിമാർ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, അങ്ങനെ ബന്ധുക്കളും അന്യരും പറഞ്ഞിട്ടും ഞാൻ ആ പ്രാന്തിനെ നിഷേധിച്ചില്ല. കാരണം അത് സത്യവാ. വർഷങ്ങളുടെ പ്രായമുണ്ട് അതിന്. ആ പ്രാന്ത് കൊണ്ടാണ് ഞാൻ വളർന്നു വന്നത്. രാമനുണ്ണിക്ക് അത് ഇഷ്ടമാണ്, എന്നേക്കാളും ഇഷ്ടമാണ്. ഇന്ദു നിന്നെ എന്ത് വേണ്ട കളിയാക്കണ്ട. ഹൈഡ്രോസിന്റെ പഴയ സ്വഭാവം എടുപ്പിക്കല്ലേ. ചീത്ത ഹൈഡ്രോസ് മഹാപശക. എവിടേക്കോ പോയി കേട്ടോ. മറന്നു പോകുന്നില്ല. എന്താണ് കാര്യം? While we were walking, we were watching. While we were While we were walking. While we were walking. We were walking. While we were walking. We were watching. We were watching. Window washers. Window washers. Window washers. Window washers. Washing. Washing. Washington's windows. Washington windows. ഒന്ന് പറഞ്ഞേ. എന്റെ അമ്മേ, ഉയ്യോ. While we were walking. We were watching. Watching window. അല്ല. Window washers wash. Window washers wash Washington. Washington's window with Washington's window with the washing wash. water. അങ്ങനെയല്ല. While we were walking, we were watching Window washers. washing Window washers. watching window washers with Wash. Window with wash window. Okay, thank you. നീ ഒന്നും ഉണ്ടായിരുന്നോ? ഒന്ന് പോയേ. എന്താണ് മോളുടെ പേര്? നിത. നിത. എവിടെയാണ് നാട്? ഇവിടെ തന്നെ ശങ്കരകുളം. ശങ്കരകുളം. ഓക്കെ. ഏതാണ് മോള് പഠിക്കുന്നത്? ഏതായിരുന്നു? MIT റേഡിയോളജി. ഓക്കെ, തുടങ്ങാം. റെഡി ആക്ഷൻ. പെറ്റ് തള്ള പറഞ്ഞു രാമനുണ്ണിക്ക് ഭ്രാന്താന്ന്. ചെങ്ങാതിമാർ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, അങ്ങനെ ബന്ധുക്കളും അന്യരും പറഞ്ഞിട്ടും ആരുടെ മുമ്പിലും ഞാൻ അത് നിഷേധിച്ചില്ല. കാരണം അത് സത്യ. എനിക്കിഷ്ട ആ ഭ്രാന്തിന്. വർഷങ്ങളുടെ പഴക്കമുണ്ട് ആ ഭ്രാന്തിന്. ആ ഭ്രാന്തം കൊണ്ടാണ് രാമനുണ്ണി വളർന്നത്. എന്നേക്കാൾ എനിക്കിഷ്ട ഇന്ദു നീ എന്ന് പറയണ ആ ഭ്രാന്തിനെ. ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല, രാജാക്കന്മാരുടെ പരമ്പരയല്ല എന്ന് വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടൂടെ ഒരു പെണ്ണിനെ? കുഴപ്പമില്ല. ഞാൻ പറയുന്നത് ഒന്ന് കേക്ക്. പഴച്ചുപോയി. നിന്നെ നേടാൻ ഞാൻ പെട്ട പാടെല്ലാം വെറുതെ ആയി. അടിപൊളി. എങ്ങോട്ട് പോന്നു? എനിക്ക് അത്യാവശ്യമായിട്ട് ഓട്ടോറിക്ഷ സ്ഥലം വരെ പോകാനുണ്ട്. എങ്ങോട്ടാ ചേട്ടാ? എങ്ങോട്ടെങ്കിലും പോടോ. എന്താണ് പേര്? ഫിദ. ഫിദ. എവിടെയാ വീട്? കുറ്റിപ്പുറം. ഏതിനാ പഠിക്കുന്നത്? ഞാൻ ബിവോക്കോട്ടി. പാട്ട് പാടുക, മിമിക്രി പറയുക, ഡാൻസ്, കഥകളി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പാട്ട് പാടും. വെരി ഗുഡ്. പഠിക്കും. പിടയുന്നൊരെന്റെ ജീവനിൽ കിനാവു തന്ന കൺമണി നീലെങ്കിലെ പ്രകാശമില്ലിനി മിഴിനീരു പെയ്ത മാറിൽ ാതെ കാത്ത പുഞ്ചിരി നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പുന്തിരി. അടിപൊളി. നന്നായി പാടിയത്. അപ്പോൾ ഇനി നമുക്ക് ആക്ടിങ്ങിലേക്ക് കിടക്കാം അല്ലേ? തുടങ്ങാം. റെഡി ആക്ഷൻ. പെറ്റ അമ്മ പറഞ്ഞു. ആരാ? എന്തമ്മ? തന്റെ ബോധമണ്ഡലം ജീർണിച്ചു തുടങ്ങിയല്ല. പെറ്റ അമ്മ പറഞ്ഞു രാമനുണ്ണിക്ക് ഭ്രാന്താണെന്ന്. എന്താണ്? ഭ്രാന്താണ്. ഭ്രാന്തനുണ്ണിയാ? രാമനുണ്ണി. കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് പറയണം. റെഡി ആക്ഷൻ. പെറ്റ അമ്മ പറഞ്ഞു രാമനുണ്ണിക്ക് ഭ്രാന്താണെന്ന്. നാട്ടുകാര് പറഞ്ഞു, നാട്ടുകാര് നീ നന്നാവും, നിന്നെ മാറ്റിയെടുക്കാവുന്നൊക്കെ വിചാരിച്ച ഞാനാടാ വിഡ്ഢി. നാട്ടുകാര് പറഞ്ഞു, വീട്ടുകാര് പറഞ്ഞു, അന്യരും പറഞ്ഞു.
പക്ഷേ ഞാനത് നിഷേധിച്ചിട്ടില്ല, കാരണം അത് സത്യമാണ്. വർഷങ്ങൾക്ക് പ്രായമുണ്ട് ആ ഭ്രാന്തിന്. അത് കണ്ടിട്ടാണ് രാമനുണ്ണി വളർന്നത്. ബാക്കി ആ ഭ്രാന്ത് കണ്ടാണ് രാമനുണ്ണി വളർന്നത്. രാമനുണ്ണിയെ നിന്നേക്കാൾ എനിക്കിഷ്ടമാണ്. രാമനുണ്ണിയെ നിന്നേക്കാൾ എനിക്കിഷ്ടമാണെന്ന്. കഷ്ടം. എന്താണോ തനിക്കില്ല അമ്മ പങ്കന്മാര് ഈ സൈസ് ഇല്ല. നിന്നേക്കാളും എനിക്കിഷ്ടമാണ്. ഇന്ദു, നീ പറഞ്ഞ ആ ഭ്രാന്തന്. ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല. തമ്പുരാക്കന്മാരുടെ തമ്പുരാക്കന്മാരുടെ വാക്കാ ഡയലോഗ് ഞാൻ കേട്ടില്ല. ആക്കിയതാണോ? തമ്പുരാക്കന്മാരുടെ പരമ്പരാഗത ആയുർവേദ മെഡിസിൻ ആണിത്. തമ്പുരാക്കന്മാരുടെ പാരമ്പര്യ അല്ല. അല്ല എനിക്കിഷ്ടമാണ്. എനിക്കിഷ്ടമാണ് നീ എന്ന് പറഞ്ഞ ഭ്രാന്തിന്. ഓക്കെ പോട്ടെ. ബാക്കി സംഗീതം പഠിച്ചിട്ടില്ല, പഠിച്ചു പോയി. എന്റെ പള്ളി. സുശീല ഏതായി മർക്കടം വിവരദോഷി? പേര് മണി, പണി മണല് മണി. പറ. പേര് മണി, പണി മണല് മണി. പെട്ടെന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ട് വയ്ക്കും. പേര് മണി, പണി മണല് മണി. പേര് മണി, പണി മണല് മണി. പേര് മണി, പണി മണല് മണി. പേര് മണി, പണി മണല് പണി. ഓക്കെ, കുഴപ്പമില്ല. ബഹളം വെച്ച് വഷളാക്കുന്നതിലും നല്ലത് ആരും അറിയാതെ മൂടി വെച്ച് അവളെ അങ്ങ് പറഞ്ഞയക്കുന്നതാ. പേരെന്താണ്? മൂസിന. മൂസിന. അയ്യോ, എന്താണ്? മൂസിന. ഉറക്കെ പറഞ്ഞ. മൂസിന. മുസിന. മൂസിന. മൂസിന. മുഹസിന അല്ലേ? മൂസിന. എവിടെ നാട്? വെടിയങ്കോട്. എന്തിനാ പഠിക്കുന്നത്? റേഡിയോളജി. ഇഷ്ടപ്പെട്ട നിറന്റെ പേര് പറ. റെഡ്. എനിക്ക് നിന്റെ കാര്യം ഓർക്കുമ്പോ വിഷമമുണ്ട്. അവിടെ ചോദിക്കുന്നു. അപ്പൊ അവള് പറയും പപ്പു പപ്പു എന്ന് പറയാൻ. ഇഷ്ടപ്പെട്ട ആക്ടർ ആരാണ്? ദിൽഷേ. ദിലീപ്. ആക്ട്രസ് ആരാണ്? മമ്മൂക്ക. താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറിച്ച്? ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാണ്? സാറോ? സാർ. ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാ? സാറാണ്. എന്റെ പൊന്നോ, ഞാൻ ഒന്നും ചോദിക്കുന്നത് എനിക്ക് വയ്യ. മിസ്സാണ് ഇഷ്ടപ്പെട്ട ടീച്ചർ. ഫിദ മിസ്. ഓക്കെ. ഏത് സബ്ജക്റ്റാണ് എടുക്കുന്നത്? മമ്മൂട്ടി. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? അപ്പോൾ നമുക്ക് ആക്ടിങ്ങിലേക്ക് പോവാം. അതാണ് ക്യാമറ. അങ്ങോട്ട് നോക്കി പറയണം. ക്യാമറ നോക്കിയിട്ടൊരു പുച്ഛം. റെഡി, ആക്ഷൻ. അടിസ്ഥാനപരമായ വിദ്യാഭ്യാസമില്ലാത്ത കുട്ടികളായതുകൊണ്ട് ഈ സാധനങ്ങളുടെ പേര് പറഞ്ഞു തുടങ്ങിയായിരിക്കും നല്ലത്. പറ്റതുള്ള പറഞ്ഞു രാമനുണ്ണിക്ക് പ്രാന്താണ്. ചെങ്ങായിമാർ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, സ്വന്തക്കാർ പറഞ്ഞു, അന്യരും പറഞ്ഞു. അത് ഞാൻ നിഷേധിച്ചില്ല. നമ്മൾ ഈ കുട്ടികളൊക്കെ കുറ്റം ചെയ്യുമ്പോഴേ ടീച്ചർ പിടിച്ച് വിരട്ടുമ്പം ഒരു ഉത്തരം പറയത്തില്ലേ, അതേപോലുണ്ട്. ഇതുപോലുള്ള മരങ്ങോടന്മാർ താമസിക്കുന്നിടത്തുനിന്ന് മാറി താമസിച്ചാ കൊള്ളാം. അത് ഞാൻ നിഷേധിച്ചില്ല. നിഷേധിക്കാൻ പറ്റത്തില്ലല്ലോ, അത് കറക്റ്റല്ലേ പറഞ്ഞു. കാരണം അത് സത്യ. വർഷങ്ങളോടുള്ള പ്രായമുണ്ട്. ആർക്കാ? രാമനുണ്ണിക്ക്. അല്ല, തലക്കടിയേറ്റ് ഞരമ്പേതോ മുറിഞ്ഞാണ് പ്രാന്തിന്. ആ പ്രാന്ത് കൊണ്ടാണ് രാമനുണ്ണി വളർന്നത്. പിന്നെ അമ്മ അപ്പളോട് കളിക്കണ്ടട്ടാ, അയലൊരു ഈട് മൂടില്ലാത്തവനാ. രാമനുണ്ണിക്ക് അത് ഇഷ്ടമാണ്, എന്നെക്കാളും ഇഷ്ടമാണ്. എന്ത് ഇഷ്ടമുള്ളതാണോ? അല്ല, എന്തും ചോദിച്ചു പറഞ്ഞ കുഴപ്പമില്ല. എനിക്ക് മനസ്സിലാവത്തോണ്ട് ചോദിക്കുകയാണ്. നിന്റെ തലമണ്ടക്കകത്ത് എന്തൂട്ടാ പോത്തെ ചേറ? വേറെന്തെങ്കിലും പറഞ്ഞു തരാനുണ്ട്? ശരി, ചെറിയൊരു ടങ് ട്വിസ്റ്റർ പറഞ്ഞിട്ട് പോയി. സിമ്പിൾ. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. പറ. മസ്തിഷ്കത്തിൽ പ്രളയം. പ്രണയോ? മിണ്ടാതിരിക്കണ അവിടെ, വെറുതെ എന്റെ കയ്യിൽ നിന്ന് മേടിക്കണ്ട. പ്രളയം. എന്തിന്റെ? മസ്തിഷ്കത്തിന്റെ. ബ്ലഡ് പ്രളയം. ബ്ലഡ് പ്രണയം. പ്രണയോ? പ്രളയം. ഓക്കെ, പറഞ്ഞു. മസ്തിഷ്കത്തിന്റെ. മസ്തിഷ്കത്തിന്റെ. ഞാൻ പറയും മസ്തിഷ്കത്തിന്റെ പ്രളയം അല്ലേ? നിന്റെ അറിവിൽ അങ്ങനെ വല്ല അബദ്ധവും നിനക്ക് പറ്റിയോ കണ്ണപ്പാ? മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. പയ്യ എനിക്ക്, അതുകൊണ്ടാണ്. സാറിന് കോടി പുണ്യം കിട്ടും. അതെ അതെ, നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ ഇത്രയും പേര് പറഞ്ഞത് കേട്ട് പഠിച്ച ഒരാളാണ്. റെഡി? പേരെന്താണ്? ഗോപിക. ഗോപിക ഏതിനാണ് ഇവിടെ പഠിക്കുന്നത്? OT. നാടെവിടെയാണ്? ഗുരുവായൂർ. റെഡി, ആക്ഷൻ.
ആന്ധ്രാക്ഷരാണ്. പെറ്റ തള്ള പറഞ്ഞു ഭ്രാന്താന്ന്. കൈയുടെ ആക്ഷൻ കണ്ടോ? പെറ്റ തള്ള പറഞ്ഞത് ഭ്രാന്താണ്. ഇങ്ങനെ വേണം പെൺകുട്ടികള്. എന്താ ഒരു തന്റെ പെറ്റ തള്ള പറഞ്ഞു രാമനുണ്ണിക്ക് ഭ്രാന്താന്ന്. നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞു രാമനുണ്ണിക്ക് ഭ്രാന്താന്ന്. സ്വന്തക്കാരും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറഞ്ഞു ഭ്രാന്താണ്. 10-30 വർഷമായിട്ട് ഊതി കാച്ചെടുത്ത എന്റെ പൊന്നാണത്. പക്ഷെ എനിക്കൊന്നും പറ്റത്തില്ല. ഞാൻ നിഷേധിച്ചു. ആണോ? ഞാൻ നിഷേധിച്ചില്ല. പഠിച്ച് പഠിച്ച് തല പഴുത്തതാ. ലണ്ടനിലെ തണുപ്പടിച്ചാലൊന്നും ആ ചൂട് പോവില്ല. കാരണം എനിക്ക് ഭ്രാന്തില്ല. എന്നിട്ടല്ല കഥ കേൾക്കട്ടെ. കാരണം ഭ്രാന്തില്ല. എന്നിട്ട് ആ ഭ്രാന്തിന് വർഷങ്ങളോളം പ്രായമുണ്ട്. പഴമുണ്ടോ? പ്രായം നിനക്കെന്താ തലയ്ക്കല്ല സുഖമില്ലേ? ഇല്ല. ആ പ്രായം കുട്ടിക്കാലത്ത് വെച്ച് ഇത് ഏത് മുദ്രയാണ് ഈ പിടിച്ചിരിക്കുന്നത്? നേരത്തെ കാണിച്ചത് ഏകമുദ്ര. വിരൽ കണ്ടോ? ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ കാണിച്ചത് മുദ്ര. അത് കുട്ടിക്കാലം തൊട്ടിട്ടുള്ള. കുട്ടിക്കാലത്ത് അത് കൊണ്ടാണ് വന്നത്. അതുകൊണ്ടാണ് വണ്ണം വെച്ചതെന്നോ? ഇവനെ പിടിച്ച് വണ്ടിയിലെടുത്തടാ. ഇവന്റെ എന്തോ ഒരു കിളി പറഞ്ഞിട്ട് വളർന്നു വന്നത് ആരാ? രാമനുണ്ണി. ശാന്തൊരു വളവായിട്ടുള്ളത് കൊണ്ടാണ് വളർന്നു വന്നത്. തെറ്റ് പറ്റിയിട്ടില്ല എന്ന് പറയണില്ല. പിടിച്ചതിലും വലിയ പാമ്പാ അളയിലുള്ളതെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായേ. എനിക്കിഷ്ടമാണ് വളരെ. എന്നെക്കാളും ഇന്ദ്രനെ, ഇന്ദുവിനെ. ഇന്ദ്രനെന്നൊക്കെ? ഇന്ദു? ഇന്ദുവിനെ. പഠിക്കാനല്ല ഇവൻ കോളേജിൽ പോകുന്നത്. തവള പിടിക്കാനാണ് വല്ല പാടത്ത് പോയാ പോരെ. ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല. അത് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല. ഞാൻ തമ്പുരാനല്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. തമ്പുരാനെ പോലെ ഉണ്ട്. എനിക്ക് തമ്പുരാൻ പാരമ്പര്യമല്ല. ഞാൻ സോപാനം സോഫ. എന്ന് വെച്ചിട്ട് എനിക്കൊരു പെണ്ണിനെ പ്രേമിച്ചുകൂടെ? പഴച്ചു പോയി. നിന്നെ നേടാൻ വേണ്ടിട്ട് കൊറേ കഷ്ടപ്പെട്ടു. പക്ഷെ അതൊക്കെ വെറുതെ ആയി. എന്താ മാലയും ഇതാ കയ്യില് വളയും മാലയും ഇട്ടിട്ട് നല്ല മഴ. ഇത് എനിക്കുള്ളതാ. എവിടായിരുന്നു വീട്? എവിടെ? ആള് ബുദ്ധിമതിയാണല്ലോ. അപ്പോൾ എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാതെ രസകരമായിട്ടൊക്കെ തന്നെ ആക്ട് ചെയ്തു. മറ്റേ ടങ് ട്വിസ്റ്ററൊക്കെ പഠിച്ചല്ലേ? അപ്പം ഞാൻ വേദിയിലേക്ക് കുറച്ച് പേർക്ക് ഇതിൽ നമ്മൾ പ്രൈസ് കൊടുക്കുന്നതാണ്. ചെറിയ ചെറിയ പോയിന്റുകളുടെ വ്യത്യാസത്തിൽ. അത് ആദ്യം ഞാൻ വിളിക്കുന്നു നിത. നിത വളരെ മനോഹരമായിട്ട് തന്നെ സ്ക്രിപ്റ്റൊക്കെ പഠിച്ചിട്ട് പറഞ്ഞ ആളാണ്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഹാറ്റ് ഇരിക്കട്ടെ, ക്യാപ്പ് ഇരിക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ LGO എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ബാത്റൂം ഫിറ്റിങ്സ് ആണ്. അപ്പോൾ അവരുടെ LGOയുടെ വക ഒരു ഗിഫ്റ്റ്. കൺഗ്രാജുലേഷൻ. യെസ്. അടുത്തതായിട്ട് ഞാൻ വിളിക്കുന്നു ആയിഷ. ആരാണ് ആയിഷ? വരും. ഞാനാണോ നിൻ്റെ അടുത്ത് ചോദിക്കുന്നത്? ആയിഷ അല്ലേ? 2 ആയിഷ ഉണ്ട്. ഈ ആയിഷ അല്ലേ? ഈ ആയിഷല്ലേ ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റ് കാണാൻ പഠിച്ചിട്ട് പറഞ്ഞത്? അതുകൊണ്ടാണ് തരുന്നത്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു കിരീടം. ഇത് കേരള നേച്ചേഴ്സ് പ്രീമിയം ബനാനയുടെ ബി നാന നൽകുന്ന ഒരു ഗിഫ്റ്റാണ്. യെസ്. ഇനി അടുത്തതായിട്ട് ഞാൻ വിളിക്കാൻ പോകുന്നത് ഇവിടെ വളരെ മനോഹരമായി പെർഫോം ചെയ്യുകയും പാട്ട് പാടാൻ അറിയില്ലെങ്കിൽ പോലും പാട്ട് പാടും എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അപ്പോഴേ പാട്ട് പാടുകയും ചെയ്ത് ആദ്യമായി വേദിയിൽ വന്ന അമീന. എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? ഓക്കെ. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു കിരീടം. നമ്മുടെ സൂര്യ കോമഡിയുടെ വക ഒരു ഗിഫ്റ്റ്. യെസ്. അടുത്തതായിട്ട് വിളിക്കുന്നു നമ്മളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച ആരാണ്? ദിൽന. എന്തൊക്കെയുണ്ട്? ഒരു കിരീടം തന്നെ തരാം ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക. ഓക്കെ. DRS നോളജ് സിറ്റി തൽക്കാലം ഞങ്ങൾ വിട പറയുകയാണ്. അടുത്ത വേറൊരു കോളേജിൽ നമുക്ക് മറ്റൊരു ദിവസം കാണാം. അതുവരെയും ഗുഡ് ബൈ.